ഇതൊന്ന് സരിത കത്തിക്കും. മീനാക്ഷി കോവിലമ്മച്ചി ഇവിടെ മുഴുവൻ പുല്ലും കാടും പിടിച്ച് കിടക്കാന്ന് പറഞ്ഞു. ഏയ് ഞാനത് വിടില്ല. നമ്മൾ അങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. ഒരു ഓട്ട അവരുണ്ടാക്കി ആ അത് കണ്ട. ഇതില് ഞാൻ പറഞ്ഞ 1 കിലോ ഇഞ്ചി കിട്ടും. കുഴിച്ചിട്ടു ലാസ്റ്റ് ഇതെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടിമുട്ടും. അപ്പൊ പെട്ടെന്ന് ഒറ്റയടിക്ക് ഒരു വൃത്തിയാവല. വ്യായാമം ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കൃഷി രീതികളാണ് നമ്മുടെ. അത് തോന്നിയ പോലെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തകഴിയിലെ വീട്ടുകാർ വന്നിട്ട് എന്നെ തല്ലും. ഇന്ന് ഞായറാഴ്ചയാണ്. കാലത്ത് വേറെ പണികളൊന്നും ഇല്ലല്ലോ. കാലത്ത് ചായ കുടി കാപ്പി കുടിൻ്റെ കഴിയാറായി. സരിത ചായ ഉണ്ടാക്കി കുടിക്കുന്നത് ഞങ്ങൾ കൂടാരത്തിലിരിക്കുകയാണ്. ഇപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു മഴ പെയ്തിരുന്നുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും. കാലത്തന്നെ പോയിട്ട് ഇറച്ചിയൊക്കെ വാങ്ങിച്ചു കൊണ്ടു. കുറേ നാളായി മഴ പെയ്തിരുന്നെങ്കിൽ ശരിക്കും ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടോ? സത്യം പറയണം. വീഡിയോ എടുക്കലും തുടങ്ങിയില്ലേ? അപ്പോൾ പറമ്പിലേക്ക് പോകാൻ പോവാ. അത് വീഡിയോ എടുക്കാത്തപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ആഗ്രഹിക്കാറുണ്ട് അല്ലേ? മഴ പെയ്തിരുന്നെങ്കിൽ. നമ്മളൊരു അതിശയോക്തി പറഞ്ഞാണ് പറയില്ലേ. ഞാനേ ഇഞ്ചി വാങ്ങിച്ചു. മഴ പെയ്യുമ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റും തോന്നുന്നില്ലേ? കാരണം ഇവിടെ ആകെ നനയുണ്ട്, കാറ്റടി വന്നിട്ട്. ഇങ്ങനെയാണെന്ന് അറിയില്ല. മഴ ഇതുവരെ അങ്ങനെ പകല് പെയ്തിട്ടില്ല. ഇവിടെ നീരുന്ന് നോക്കാൻ എങ്ങനെ ഉണ്ടെന്ന് നമ്മളെ ഒരു അബദ്ധം പറ്റിന്ന് പറഞ്ഞാൽ മതി ചേട്ടൻ. അതായത് ഇഞ്ചി നടണം എന്ന് വിചാരിച്ചിട്ട് ഇഞ്ചി നടണ സമയം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസത്തിലാണല്ലോ നടാ. എന്നിട്ട് ഏപ്രിൽ മാസത്തിൽ ഇഞ്ചി നട്ടിട്ട് അതിന് മുകളിൽ ചപ്പ് ചവറുകൊണ്ട് പൊതയിട്ട് വയ്ക്കും. മഴക്കാലം മഴ തുടങ്ങുമ്പോൾ ഇഞ്ചി മുളകൾ പൊന്തി വരും. അതാണ് പതിവ്. അപ്പോൾ അങ്ങനെ ഇഞ്ചി നടാനായിട്ട് സമയം കഴിയില്ല. ഞാൻ എന്നിട്ടേ വാങ്ങിച്ചോണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഇരുന്ന് തന്നെ ഇരുന്ന് മുളച്ചു. ഞാനത് നിന്ന് എടുത്ത് കൂട്ടാൻ എടുത്തെടുത്ത് അത് കഴിയാറായി. ഞാനെന്നിട്ട് 5-6 എണ്ണം നട്ടിട്ടുണ്ട്. ബാക്കിയുള്ളത് അതിൽ മുളച്ച് വന്നത്. ഇപ്പോൾ ഇഞ്ചി വാങ്ങിച്ചു വന്നു. ഇഞ്ചിക്ക് ഭയങ്കര വില കേട്ടാ. ഞാൻ ഇപ്പോഴാണ് ഇഞ്ചിക്ക് വില എത്രക്കില്ലെന്ന് കേട്ടോ. ഈ സമയത്തിന് കുഴിച്ചിട്ട് നമ്മൾ ഈ ഇതിലാണ് നടുന്നത്, ഗ്രോ ബാഗിലല്ല നടുന്നത്. അതന്നെ കുഴപ്പമില്ല. മണ്ണിൽ നടുമ്പോഴാണ് കുഴപ്പം വരാം. 1 കിലോ ഇഞ്ചിക്ക് 300 രൂപയെന്ന്. എന്തൊരു വില ഇഞ്ചിക്ക്. പക്ഷെ അതുകൊണ്ട് എന്തായാലും ഒരു 5-6 കിലോ ഇഞ്ചിയെങ്കിലും കിട്ടും. 5-6 കിലോ അതിലും കൂടുതൽ കിട്ടും. 10 കിലോ എങ്കിലും കിട്ടും. ഇഞ്ചി കിട്ടും. അപ്പോൾ ഈ ഇഞ്ചിയാണ് ഇത്. ഈ ചായ കുടി കഴിഞ്ഞ് നമുക്ക് പറമ്പിലേക്കാണ് പോവാം. പിന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തോമസ് മംഗലം ഇതേ കണ്ട. ഇങ്ങനത്തെ എനിക്ക് കുറേ ഡ്രസ്സുകളുണ്ട്. ഇതൊന്ന് സരിത കത്തിക്കും. ഇങ്ങനത്തെ കുറേ ഇതൊക്കെ ഒരു 5-6 കൊല്ലം പഴക്കമുള്ള ഡ്രസ്സുകളെല്ലാം കുറേ ട്രൗസറുകളുണ്ട്. സ്ലീവ്ലെസ് ഇതില്ലേ ഇങ്ങനെ ബനിയനുകൾ പോലത്തെ ഇങ്ങനത്തെ ടൈപ്പ് സാധനം. ഇത് ടാറ്റു അടിച്ചപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാ. ടാറ്റു അടിച്ചിട്ട് ചേട്ടൻ നോർമൽ ടീഷർട്ടുകൾ ഇടാൻ തുടങ്ങിയപ്പോൾ ആളുകള് ഇത് ടാറ്റു അടിച്ചത് കാണണമെങ്കിൽ കയ്യില്ലാത്ത ബനിയൻ ഇടാൻ പറഞ്ഞിട്ട് കമന്റ് വന്നപ്പോൾ അന്ന് ഞാൻ ഓൺലൈനിൽ ഒരു 3-4 വാങ്ങിച്ചതാ. അതാണ് ഈ ഓട്ടം തുടങ്ങി കീറി തുടങ്ങി അത് ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ട് കേൾക്കില്ലേ. ഈ ഇങ്ങനത്തെ ട്രൗസറുകളാണെങ്കിൽ 2-3 വട്ടമൊക്കെ മാറി വാങ്ങിച്ചു. അത് ഊരി പോവാ. ഇതിങ്ങനെ കെട്ടാനായിട്ടുള്ള സാധനം ഉണ്ട്. അതൊന്നും കെട്ടൂല. കെട്ടിയതൊക്കെ അതൊക്കെ പൊട്ടിപ്പോയി. പിന്നെ അതല്ല ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കയറ്റി നടക്കുന്നുണ്ടാവും. ഇതിങ്ങനെ ഊരി ഇത് ഇവിടെ വരക്കി വന്നിട്ടുണ്ടാവും. വരക്കി വന്നിട്ടുണ്ടാവും. എന്നിട്ട് കയറ്റുക ഇങ്ങനെ നടക്കുക. ഇത് കണ്ട് നമ്മുടെ ഇമ്രാന് ദേഷ്യം വന്നിട്ട് ഇമ്രാദിനൊക്കെ കടിച്ചു വലിച്ച് ഓട്ടകളാക്കി നിറച്ച്. ഇതിന്റെയൊക്കെ ഇതൊക്കെ തോമസ് മംഗലം അതന്നെ പറഞ്ഞ ഇത് ചാർലിക്ക് ഇമ്രാനൊക്കെ ഇട്ടുകൊടുക്കാൻ. അതൊക്കെ ഇതായി. അപ്പൊ ഇതൊന്ന് കുറെ ഡ്രസ്സുകൾ സരിത കത്തിക്കും. അപ്പൊ ചായ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാട്ടെ. ഇത് കത്തിക്കാൻ പോകാന്നിട്ട് ഇതാണ് ഓടണത്. ഇന്ന് അവസാനം ഇതിന്റെ അവസാനമാണ്. അപ്പോൾ അവസാന പണിയാണ്. ഇന്നും കൂടി ഞാൻ ഇതിട്ട് പണി കിട്ടാ. ഇതുപോലത്തെ ഡ്രസ്സുകൾ കുറേ ഉണ്ട്. അത് ഇതാണല്ലോ ഇത് ഈ ഇവന്റെ അവസാന ദിവസമാണ്. അപ്പോൾ ഇതിട്ടിട്ടാണ് ഇന്ന് പണിയാൻ പോകുന്നത്. നമ്മുടെ മീനാക്ഷി കോവിലമ്മച്ചി പറഞ്ഞു ഇവിടെ മുഴുവൻ പുല്ലും കാടും പിടിച്ച് കിടക്കാമെന്ന് പറഞ്ഞു. പുല്ലും കാടും പിടിച്ച് കിടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ മസനോബ് ഫുക്കോക്കയുടെ രീതിയിൽ ഇവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. ഇത് പുല്ലും കാടും പിടിച്ച് കിടക്കുകയാണെങ്കിലും അവിടുത്തെ പുല്ല് ഇതൊക്കെ ഞാൻ നോക്കിയേ ഇതൊക്കെ വെടുപ്പാക്കിയിട്ടാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ഒക്കെ വെടുപ്പാക്കി ക്ലിയർ ചെയ്തപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള തെളിഞ്ഞു വന്നു. നമുക്ക് പറഞ്ഞ പോലെ
ഇതിന്റെ ഉള്ളിൽ മാറ്റുമ്പോഴാണ് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ എടുക്കേണ്ടത് നമ്മൾ കണ്ടെത്തണമെന്ന് മാത്രം. അപ്പോൾ കണ്ടെത്തുമ്പോൾ നോക്കിയേ ഇപ്പോൾ വരുന്നവർക്ക് കിട്ടുന്ന സാധനങ്ങൾ നോക്കിയോട്ടാ. ഇത് മൂത്ത വെണ്ടക്കായല്ല. പിടിക്ക്. ഇപ്പോൾ വന്നവർക്കെന്ന് പറഞ്ഞാൽ എന്തോ ഒരു കൂട്ടാനുള്ളത് ഉണ്ടാവുമോ? പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങോട്ട് നോക്കിയേ, ഒന്നുമില്ലെന്ന് പറയുന്നതല്ലേ. ഇവിടെ വരെ പുല്ലുമല്ലോ തിന്നണത് ഇവിടെയുള്ളവരിതേ. അത് വിട്. ഏയ് ഞാനത് വിടില്ല. അത് അതിനൊരു വാശിയായിട്ട് എടുത്തിട്ട് പുല്ല് വരാണ്ട് നോക്കുക, അതാ വേണ്ടേ. അല്ല ഇവിടെ ഇതുള്ളതെന്ന് ഞാൻ പറയണത് നോക്കിയേ, ഏറ്റവും ശുദ്ധമായ വെണ്ടക്കായാണ് ഇവിടെ കിട്ടുന്നത്. നോക്കിയേ ഇത് കണ്ട ഇതിപ്പോൾ ഞാൻ മുറിക്കുന്ന വെണ്ടക്കായ നോക്കി ഇത് കാണുമ്പോൾ വിചാരിക്കും മൂത്താന്ന്. ബെസ്റ്റ് ചള്ളാണ്, സ്മൂത്താണ്, അഴകാന പച്ചക്കറികൾ. അല്ല ഇപ്പോൾ നമ്മൾ ഇത് പുല്ലാണ് വളർത്തുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് നമ്മൾ അങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. പുല്ലുണ്ട്, പക്ഷെ ഇടയിൽ കുറച്ച് പച്ചക്കറിയും കൂടി ഉണ്ടായിരുന്നു. പറയുമ്പോൾ എല്ലാം പറയണ്ട ചേച്ചി. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ചെരാൻ്റെ അവിടെ പോയില്ലോ. ചെരാൻ്റെ അവിടെ പോയിപ്പോൾ നമ്മൾ കണ്ടത് അവിടെ കൊത്തമ്പര നല്ല വലിപ്പത്തിലുള്ളത് കണ്ടു എന്ന് പറഞ്ഞു. നോക്കിയേ, ഞാനിവിടുത്തെ പുല്ലൊക്കെ വലിച്ചിട്ട് നോക്കിയേ, കാല് വെച്ച് കെട്ടി നോക്കിയാൽ എൻ്റെ കൊത്തമ്പര നോക്കിയേ. ഇവർക്കൊക്കെ ഇതൊക്കെ കെട്ടി വരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ നോക്കിയേ, പിന്നെ ഇതിൻ്റെ ഇടയിൽ കാണപ്പെടാത്തൊരു സാധനം നമ്മുടെ ചേമ്പ് കണ്ട. ഇവരൊക്കെ ഉള്ളിലുണ്ടായിരുന്നു കണ്ടത്. ചേമ്പിന് ചാണപ്പൊടി ഇട്ടിട്ട് മണ്ണിട്ട് കൊടുത്തു ഇവർക്ക് 4 പേര്. പിന്നെ ഇവിടെ പുല്ലല്ലേ, കൊള്ളി നട്ടു, മധുരക്കിഴങ്ങ് നട്ടു. ഇവിടെ കൊള്ളി നട്ടതിനോട് എനിക്കൊരു ചെറിയ എതിർപ്പുണ്ട്. കാരണം ഇവിടെ ഏറ്റവും നല്ല അട്ടറില്ലാത്ത തണലില്ലാത്ത നല്ല സ്ഥലമായിരുന്നു ഇത്. അപ്പൊ ഇവിടെ കൊള്ളിയുടെ ആവശ്യമില്ലായിരുന്നു. ഇവിടെ വേറെ ഏതെങ്കിലും പച്ചക്കറി ഇവിടെ പെട്ടെന്നേ വെള്ളക്കെട്ട് വരും. പിന്നെ പുല്ല് പെട്ടെന്ന് കളി ആ വഴിയിൽ നിന്ന് പുല്ല് പെട്ടെന്ന് കയറും. ഇവിടുത്തെ ഏറ്റവും നല്ലൊരു സംഭവം എനിക്ക് തോന്നിയത് എന്തിനാണെന്നറിയോ, റോഡ് വൃത്തിയാക്കി എന്നുള്ളതാ. എങ്ങനെ നിന്നോടെന്നറിയോ, നമ്മുടെ ചെറിയേട്ടൻ ഒരു അണ്ണനെ നിർത്തിയിട്ടുണ്ടായിരുന്നില്ലേ തെങ്ങിന്റെ കടകോരൻ. തെങ്ങിന്റെ കടകോരൽ കഴിഞ്ഞപ്പോൾ ആളെ നിർത്തിയിട്ടാണ് ഇവിടെ വൃത്തിയാക്കിയത്. അപ്പൊ ഇവിടെ വൃത്തിയാക്കിയപ്പോൾ ആണ് പറമ്പിന് ഇത്തിരി കൂടി ഒരു ഐശ്വര്യം പോലെ തോന്നണേ. അല്ലെങ്കിൽ പറമ്പ് എത്ര വൃത്തിയാക്കിയിട്ടാലും ഈ റോഡ് ഇങ്ങനെ കാട് പിടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നില്ല, വൃത്തി ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞില്ല. ചേമ്പ്, ചെറുചേമ്പ് ഞാൻ നട്ടു. 2 കളറ്, വയലറ്റ് സാധാരണ ഇത് നട്ടു കേട്ടാ. പിന്നെ ഇവിടെ കൊള്ളീൻ്റെ, പിന്നെ കോവക്കായ, പിന്നെ ഇതിനൊക്കെ മണ്ണിട്ടു കണ്ട. ഇവർക്കൊക്കെ മണ്ണിട്ടു. ഇനി അപ്പുറത്ത് വെണ്ടക്കായ പോണറിയ ഒരു വിലയില്ല നിനക്ക്. അതടക്കി. എന്നിട്ട് ഇഞ്ചി നടാം നമുക്ക്. എന്നിട്ട് വേറെ സാധനം കൂടി പൊട്ടിച്ചിട്ട് വരാം. ഇന്ന് ചരിത്രപരമായിട്ട് അയ്യോ ഞാനെന്തിനാ ഇവിടെ അടിച്ചു വരണേ, അതാ മനസ്സിലാവാത്തത്. ഞാനെന്തോടെ അടിച്ചു വരേണ്ട ആവശ്യം? വാ, അടിച്ചു വരലൊക്കെ ഞാൻ കാണിച്ചു തരാം. കൊതുക് അടിച്ചിട്ടാണ് എലും വലത്ത്. ഇനി അയ്യോ കത്തെടുത്ത ഇനി വെണ്ടക്കായ ഇവിടെ കുറെ മുറിക്കാണ്ട്. അവിടെ ഇതുണ്ട് തോന്നൂല്ലേ, കോവയ്ക്ക കൊറേ നാളായിണ്ട്, പഴുത്തു പോയിണ്ടാവും. സരിക്ക് ഇനി വെണ്ടക്കായ കേട്ടാ. നിനക്ക് 1 കിലോ വെണ്ടക്കായ ഇന്നത്തെ ദിവസം ഉണ്ട്. 1 കിലോ വെണ്ടക്കായൻ്റെ ഇത് നമുക്ക് ഇതൊക്കെ അടിപൊളി വെണ്ടക്കായ കേട്ടാ. വെണ്ടക്കായ എന്ന് പറഞ്ഞാൽ മൂക്കാത്താണ്. ഒരു ചെറിയ കുടുംബത്തിന് എന്തോരം വേണം. ഈ ഡയലോഗ് അല്ല ഞാൻ ഇഷ്ടമല്ല. നമുക്ക് ആവശ്യമുള്ളത് ചെയ്താൽ മതി എന്ന് പറയണത്. പലരും കാഴ്ചപ്പാട് പലതരത്തിലായിരിക്കുമല്ലോ. അല്ല ചേട്ടന് ഇങ്ങനെ കുറേ ഉണ്ടാക്കണം, അങ്ങനത്തെ ഒരു ആഗ്രഹം. എന്നിട്ട് അത് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കണം എന്നുള്ള അത് നല്ല കാര്യമാണ്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മാത്രം വെക്കുക എന്നുള്ളൊരു രീതിയല്ല. ഇപ്പോൾ കണ്ട ഇത്രയ്ക്ക് വേണ്ട കായിൻ്റെ ഇട ഇതിപ്പോൾ ആരിപ്പോൾ ഇവിടെ വന്നാലും ഞങ്ങളിത് കൊടുക്കും. ഈ വേണ്ട കായ സജീവിന് കൊടുത്തോ. ആരും വന്നില്ലെങ്കിലേ സജീവിന് കൊടുക്കും. അവർക്ക് ഇഷ്ടം വെണ്ടക്കായ. അയ്യോ പപ്പക്കായ നോക്കിയേ, വെള്ളം വന്ന് തിന്നുണ്ടെന്നോണ്ട് കുയിലാണോ അതിന്റെ അടുത്തിരിക്കണത്? അതിന് പൊട്ടിക്കാനാണ് ഞാൻ പോണത്. അതെ കുയിലിരിക്കണു. എന്റെ ദൈവമേ, വേറൊരു സാധനം വലിയൊരു പപ്പ നമ്മുടെ വീട്ടില് ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ പപ്പ മരമാണ്. അല്ല പപ്പ മരല്ല, പപ്പിനെ പൊട്ടിക്കാൻ പോണത് പപ്പക്കായ. ഇങ്ങോട്ട് വാ, പഴുത്തു. അയ്യോ നോക്കിയേ, കുത്തി കണ്ടു അവിടെ ഒരു കിളി, 2 കിളികൾ ഇരിക്കണത്. ഇതാണ്ടാ ഒരു ഓട്ട അവരുണ്ടാക്കി. അപ്പൊ ഞാൻ മറന്നുപോയി. കുഴപ്പമില്ല, പൊട്ടിക്കാൻ പോണ കേട്ടാ. അയ്യോ ഇന്നലെ പൊട്ടിക്കായിരുന്നു. ഇന്നലെ പൊട്ടിക്കായിരുന്നു. അല്ല ചെറിയൊരു കുഞ്ഞൊരു ഓട്ട ഉണ്ടാക്കിയിട്ടില്ല തുടങ്ങിയുള്ളവര്. ഇതിപ്പോൾ നമ്മൾ ഉച്ചരിഞ്ഞാണെങ്കിൽ കേട്ടാ, ഉച്ചരിഞ്ഞാണെങ്കിൽ ഇത് പിടിച്ചോ. എന്തായാലും കേട്ടാ, ഞാൻ പണിയെടുത്തിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ആ ഓട്ടയാണിത്. വലിപ്പം കേട്ടാ,
എൻ്റെ തലയേക്കാൾ എന്തോരം വലിപ്പുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ. അതേപോലത്തേക്കും എല്ലാം. പിന്നെ വേറെ ഇതിന്റെ ഇടയിൽ ഒരു ദുഃഖ വാർത്ത പറയാനുള്ളത്, ചെറുകേട്ടൻ്റെ ആ വലിയ പപ്പമരം വീണു. അയ്യോ, അങ്ങോട്ട് ഷൂട്ട് ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ അങ്ങോട്ട് പോയിട്ട് വരാം വേഗം. അത് കാണിച്ചു നമ്മൾക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അത് നിന്ന് തന്നു ആ സമയം വരെ. പിറ്റേ ദിവസം തന്നെ അത് വീണു. ചെറുകേട്ടൻ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു പപ്പമരം വീണു. സരിത ഒരു അബദ്ധം, ഒരു ഇതുകൊണ്ട് കുഴപ്പങ്ങളുണ്ട് ഇവിടെ. പടവലങ്ങ അത് പൊട്ടിക്കാറായതാ. അതെ, ആരോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പടവലങ്ങ ഉണ്ടാവുമ്പോ തന്നെ അടിയിൽ കല്ല് കെട്ടിട്ട് കഴിഞ്ഞത് വലുതാവും പറഞ്ഞിട്ട്. ഇത് അങ്ങനത്തെ ടൈപ്പ് പടവലങ്ങ അല്ല. ഇത് ഇത്രക്ക് തന്നെ വലിപ്പം വരുള്ളൂ. കല്ലൊക്കെ കെട്ടി തൂക്കിയിട്ടാലും കാര്യമില്ല, ഇത് ഇത്ര തന്നെ വലിപ്പം വരുള്ളൂ. നമ്മൾ കാണാണ്ട് പോയത് കണ്ട നോക്കിയ മത്തങ്ങ. ഇത് മത്തങ്ങ ഉണ്ടായി ചീഞ്ഞു പോയാ. അത് കണ്ട ഞാനിത് ഇന്നലെ നോക്കിയപ്പോഴും കണ്ടത്. പിന്നെ അതിനെ പൊളിക്കണേ, വേറെ ഉണ്ടാവും നോക്കി വെക്കാം. ഉണ്ടെങ്കിൽ അതിന്റെ അടിയിൽ വല്ല പൊട്ട സ്മെല്ല്, വല്ല ചാക്ക അങ്ങനെ എന്തെങ്കിലും വെച്ചു കൊടുക്കേണ്ടി വരും. ഐ ഇവിടെ തന്നെ ഇടല്ലേന്ന്. അതിൻ്റെ ഉള്ളത്തെ കേടും ഇതൊക്കെ അവിടെ ഈ ബാക്കി ചെടികളിലേക്ക് കേറില്ലേ. അത് വെയിൽ വന്നിട്ട് പറഞ്ഞു കയറില്ലേ. ചേരേണ്ട പപ്പമരം മറിഞ്ഞു കിടക്കണത് കാണാൻ പോവാ. ചെറിയേട്ടൻ ഞായറാഴ്ച ചിലപ്പോ അമ്പലത്തിൽ പോയിണ്ടാവും. ചെറിയേട്ടനെ കാണണം. അതല്ലേ പൂന്നു പോണവര് ഞായറാഴ്ച ദിവസം. അല്ലേട്ടാ കഞ്ഞി വെപ്പ് തുടങ്ങി. ഇന്നെന്തുട്ടാ സ്പെഷ്യൽ? കാലത്ത് കഞ്ഞി വെക്കിന് അവരെ വീണ പപ്പന്ന് ഒരു പപ്പകായ കൊണ്ടിരിക്കുന്നു ഉപ്പേരിക്കിന്. അതെ, ഇനിയിപ്പോ പപ്പകായ കഴിയണവരെ പപ്പകായ തന്നെയാവോ കൂട്ടാൻ? നമുക്ക് അത് നമുക്ക് വേണമെങ്കിൽ പപ്പ ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഒരു സദ്യ ഉണ്ട്. അപ്പൊ വേറെ കൂട്ടാൻ വെപ്പൊന്നും ഇല്ല. വേറെ നേരത്തോടെ ഇറങ്ങി വീണ് പറമ്പില് ഇഞ്ചി നടല്, കുറച്ച് ഇഞ്ചി നടണം. വീണ പപ്പമരം കാണിക്കണ്ടേ? അത് കാണിക്കാനെ കൊണ്ടുപോകണത്. നമ്മൾ കാണുന്ന പോലെയല്ല. പപ്പയ്ക്ക് നല്ല വിലയുണ്ട്. പപ്പക്കായ്ക്ക് 1 കിലോയ്ക്ക് ഇവിടെ വാങ്ങിക്കുന്നത് 40 രൂപ. എത്രയും രൂപയാണ് വെച്ചിട്ട് വാങ്ങിക്കുന്നത് പപ്പ. പഴുത്താന്ന് മാത്രം കേട്ടോ. അതാണ് ഒരു മധുരം വലിയ ഒരു ടേസ്റ്റ് വലിയ സാധനം. കുമ്പളങ്ങകൾ നിൽക്കണു വലുതായിട്ട്. അല്ല ചേട്ടൻ്റെ പന്തലുമല്ലേ? ഇല്ല നോണ്ടിട്ട് ഇവിടെ ചെറുകേട്ടൻ അല്ലെങ്കിൽ പറമ്പിൽ പുല്ല് വളരാൻ ചെറുകേട്ടൻ അനുവദിക്കില്ല. 3 ദിവസം മുമ്പാണ് നമ്മൾ വന്നേട്ടാ നോക്കിയൊക്കെ എടുക്കണത് കേട്ടാ. അത് ഈ കടയില്ലേ, കട ഒടിയേ ചെയ്തേ, ലോഡ് കൂടിയിട്ട് ഒടിയേ ചെയ്തേ. അയ്യോ സമാധാനം. അത് മാത്രല്ല, ഈ പ്ലാവ് ഒടിഞ്ഞു കണ്ട. പ്ലാവ് ഉണ്ടായിരുന്നില്ലേ? അതുകൊണ്ട് വേണ്ട കടടക്കം ഒടിഞ്ഞ് കിടക്കണണ്ട. അവൻ്റെ വലിപ്പം നോക്കിയേ. ലോഡ് കൂടിയിട്ടാ താങ്ങാൻ പറ്റില്ല നിന്ന് ചേട്ടൻ പറയാ. പപ്പക്കായ എടുക്കണം എനിക്ക്. പപ്പായ കാണുമ്പോൾ മറ്റേ മുഖം ഇവിടെയൊക്കെ ഇതായത് ഓർമ്മ വരാം. അവസാനമായി പപ്പക്കായ പൊട്ടിച്ചത് നീയാണല്ലേ? അതിന്ന് ഞാനല്ല പൊട്ടിച്ചേ, ചെറുകേട്ട പൊട്ടിച്ചിട്ട് എൻ്റെ തന്നു. ഞാൻ പൊട്ടിച്ചിട്ടില്ലേ. അല്ല അതാണല്ലോ നിന്റെ അന്ത്യം. ഒരു 3-4 ദിവസമായി ചെറുകേട്ട വിളിച്ചു തുടങ്ങിയിട്ട് ഷൂട്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഓരോ കാരണങ്ങളോട് മാറ്റി വെച്ച് അപ്പൊ അതുവരെ പപ്പ ഇങ്ങനെ പിടിച്ചു നിന്നു. സാരിദ്യം ചേരാൻ കൂടി പപ്പായ പൊട്ടിച്ചു. പിറ്റേ ദിവസം അത് മറിഞ്ഞു വീണു. ഏയ് അങ്ങനെ പറയല്ലേ, ഞാൻ പൊട്ടിച്ചിട്ടില്ല, ഞാൻ അടുത്ത് നിന്നിട്ടുള്ളോ. ചെറുകേട്ട പൊട്ടിച്ചു, എന്റെ കയ്യിൽ ഇങ്ങനെ തന്നു, ഞാൻ വാങ്ങിച്ചു. നിന്റെ മുഖത്തേക്ക് കുഴപ്പം വരാൻ വേണ്ടിട്ട് അത് കാത്തു നിന്ന പോലെ ഉണ്ട്. തെയ്യൊന്നും വാങ്ങിച്ചില്ല. ഞാൻ പീടിയിൽ പോയിട്ട് കുറച്ച് ഇഞ്ചി വാങ്ങിച്ചു. എന്നിട്ട് അത് നടാൻ പോണ്. അത് ഈ ഗ്രോ ബാഗിലല്ലേ, അതന്നെ മുളയ്ക്കും കുഴപ്പമില്ല. ഇന്നിവിടെ ഇറങ്ങണില്ലേ പറമ്പില്? ജലദോഷം ഉണ്ടല്ലേ ചേട്ടൻ? സൗണ്ട് മാറി പോലെ. ഇതാണ്ട ഞാൻ കുറച്ച് ഇഞ്ചി ഈ ഗ്രോ ബാഗിലൊക്കെ ഇഞ്ചി നട്ടണം കേട്ടാ. ഇവിടെ നിന്നിട്ട് അവിടെ വരെ ഇത് വയ്ക്കാനാ. കുറേ ഉറകളുണ്ട് കണ്ടത്, ഇത്രയ്ക്ക് ഉറകളുണ്ട്. ഇവിടെ നോക്കിയേ, ഇവിടേക്കൊന്ന് നോക്കൂ, ഇങ്ങോട്ടൊന്ന് നോക്കൂ. ഇവിടെ അടിച്ചു വരാനാണ് ചൂലും കൊണ്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ചൂലെടുത്തിട്ട് ഇവിടെ അടിച്ചു വരണമെന്ന് പറഞ്ഞിട്ട് കേട്ടാ. ഈ ഭാഗം എന്തേ വൃത്തിയായിട്ടുണ്ട്. ഇതാ മൂലഭാഗം എടുക്കണണ്ട. ഇനി അവിടേക്കൊന്ന് അങ്ങോട്ടൊന്ന് കണ്ണോടിക്കൂ. എവിടേക്ക്? അങ്ങോട്ട് വരണല്ലോ. ഇത് ഇത്രേ ഏരിയ മൊത്തം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുമ്പോ ഞാൻ ഇവിടെ ഇത്തിരി ഭാഗം അടിച്ചു വരട്ടെ. എന്തൊരു കാര്യം. എല്ലാ ഭാഗവും പുല്ലൊക്കെ ആയിട്ട് ക്ലീൻ ആയിട്ട് കിടക്കുകയാണ്. ഇവിടെ മാത്രം ചവറാണെങ്കിൽ നമുക്കിത് അടിച്ചു വാരി അതിൻ്റെ ഒരു ഫലം കിട്ടും. അല്ലാണ്ട് അടിച്ചു വാരെങ്കിൽ മടിയായിട്ടല്ല കേട്ടാ, അതുകൊണ്ട് പ്രയോജനമില്ല. കൊതുകുണ്ട് ഫലത്തിലേക്ക് നീ അതുകൊണ്ട് കോരിയാൽ മതി. ഞാൻ കാണിച്ചു തരാം. ഞാൻ
അപ്പോൾ ഇഞ്ചി നടലിന് പകരം ഇവിടെ ഞാൻ ഇവിടെയാണ് ഇഞ്ചി നടാൻ പോണേ. അല്ലല്ല ഇഞ്ചി നടലിന് പകരം ഞാൻ ഇവിടെ ചെത്തി വെടിപ്പിക്കരുത്. ഇത് ഇങ്ങനെ നോക്കിയേ കണ്ടത്, ഇതുകൊണ്ട് ഇങ്ങനെയുണ്ട് ഭംഗി ഇങ്ങനെ ആക്കി ഇങ്ങനെ വരണ്ടതിനേക്കാൾ എളുപ്പം ചൂലുകൊണ്ട് അടിച്ചു വരാ. ഈ സാധനത്തിന് നല്ല കനുണ്ട്. അല്ല ഇങ്ങനെയാക്കാനും വലിയ കുഴപ്പമില്ലല്ലോ. അങ്ങനെ വൃത്തിയാക്കി വരികയാണ് ചെയ്യുക. എവിടെയാ ചേട്ടൻ ഇഞ്ചി നടാൻ പോണേ? ഇഞ്ചിയാണ് ഗ്രോ ബാഗിൽ. ഇവിടെ എന്താ ഇവിടെ പകത്തെന്ന് അറിയോ? ഇവിടെ പകത്തെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഇവിടെ നിറയെ മറ്റേ തൈകളാ, ഏത് മല്ലി തൈകളില്ലേ, ആഫ്രിക്കൻ മല്ലികളാണ് മുഴുവൻ. അപ്പോൾ അത് മഴ പെയ്തിട്ട് ഇവിടെ നിന്ന് വെടുപ്പാവിടുത്തേക്ക് വിത്ത് മുളച്ചിട്ട് നോക്കിയേ. ആ കണ്ട, ഇതിൽ നിറയെ തൈകളാ. അപ്പോൾ ഇപ്പോൾ അവരാണ് പറിച്ച് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്ത് തുടങ്ങിയില്ല. മഴ പെയ്തിട്ട് അപ്പോൾ വന്നിട്ട് വെടുപ്പാക്കാൻ പറ്റില്ല ഇവിടെ. അത് ഇതൊക്കെ നാശമില്ലേ? മനസ്സിലായി സാറിക്ക്? ഇല്ല, മനസ്സിലായില്ല. എന്ത് മനസ്സിലായി? മനസ്സിലായില്ല. അത് മതി, അത് മുളയ്ക്കും. ഇഞ്ചി നട്ടാ ഗ്രോ ബാഗിൽ നമ്മളേ കുഴപ്പമില്ല. ഇത് സരിത ഒരു കാര്യം ചെയ്താൽ മതി, ഓരോ ഗ്രോ ബാഗ് എടുത്തോ നിങ്ങൾ. അതിലേക്ക് ഈ ചവറുണ്ട് പുല്ല് ചെത്തിയാണ്ട് ഇടാം, പിന്നെ കുഴപ്പമില്ലല്ലോ. എന്നിട്ട് അതിൽ ഇഞ്ചി നടാം. അതിൽ കുറച്ചീശ മണ്ണുണ്ട്. അല്ല, കുറച്ചീശ മണ്ണുണ്ടല്ലോ. അതല്ല എടുക്കേണ്ടത്, ഇത് കാലി. ഓ, അതൊക്കെ നട്ടതല്ലേ. അതിൽ ഇത്തിരി മണ്ണുള്ള അത് ഞാൻ ഇത്തിരി ഇനി ചാണപ്പൊടിയും വളം ഇടാനാണ്. അത് ഇട്ട് നിറയ്ക്കാണ് ചെയ്യുക. വളരണനുസരിച്ച് മണ്ണിട്ട് കൊടുക്കൂല്ലേ? ആ, അല്ലാണ്ട് പിന്നെ എന്തിനാ ഗ്രോ ബാഗിലും ഗ്രോ ബാഗിൽ 3-4 എടുത്ത് കൊണ്ടോ. അത് കൊടുത്തോണ്ടരാം. അല്ലാണ്ട് നീ വിചാരിച്ച ആയി നല്ല തമാശ. ഞാൻ വിചാരിച്ചു അതിലൊക്കെ ചേട്ടൻ ഇത്തിരി മണ്ണിട്ട് വെച്ചേക്ക്. ഇനി മണ്ണിട്ട് വെച്ചില്ല, നട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ അതില് മുഴുവൻ ഇങ്ങനെ ഓരോന്നോരോന്ന് നട്ട് വരും. അല്ല നട്ട് കണ്ടില്ല, ഓരോ വളങ്ങളുണ്ട് ഇട്ടിട്ടുണ്ട് വരും. അവിടേക്ക് വരണല്ലോ, കണ്ടാ അവിടേക്ക് വരണല്ലോ. ഞാൻ അവിടെ വെയിലായി വരണേ, പെട്ടെന്ന് വെയില നമ്മൾ കളിക്കുമ്പോൾ പെട്ടെന്ന് ക്ഷീണിക്കുക അവിടെ നിന്ന് ആക്കുമ്പോൾ. വിറ്റാമിൻ ഡി കിട്ടട്ടെ വെയിൽ കൊള്ളാൻ. ഇവിടെ ഡിക്ക് ഒരു ഷാമ്പൂലിയ. ഇങ്ങടുതാ ഈ പുല്ലാണോ നിറയ്ക്കാൻ പോണേ? ഓരോ ഇങ്ങടുതാ. അവിടെ അവിടേക്ക് അത് കേട്ടാ. ഇതാണ് പരിപാടി. കണ്ട എവിടെ വീണു. ചേട്ടതൊക്കെ പുല്ല ചേട്ടാ. അതായിക്കോട്ടെ, അതൊക്കെ ചീഞ്ഞ വളമാണ്. ഇതിലെല്ലാ വക വളങ്ങളുണ്ട്. അതൊക്കെ അതിൽ കിടന്നോട്ടെ. അതിൻ്റെ മീതിയേ മണ്ണ് വരും. വരുമായിരിക്കും അല്ലേ? പിന്നെ ഞാൻ ഇഞ്ചി നട്ടിട്ട് കഴിഞ്ഞ പോലെ മോശമായിരുന്ന. പക്ഷെ ഇങ്ങനെ പുല്ല് നിറച്ചിട്ടുണ്ട് ചേട്ടൻ. ഇതൊരു പുതിയ രീതി. നമ്മുടെ വീഡിയോന്റെ തുടക്കം, എല്ലാ വീഡിയോന്റെ തുടക്കം എഴുതി കാണിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരും ഇത് അനുകരിക്കും. അങ്ങനെ തള്ളിയ ഇതാക്കണ്ട. കാണിച്ചു തരാം ഞാൻ കേട്ടാ. ഇപ്പൊ ഒരു സൂത്രം കാണിച്ചു തരാം. നിങ്ങൾ കണ്ടുവച്ചത് കേട്ടാ. ഈ സാധനം നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഏത് സമയത്താണ് പറയാം? ഡിസംബർ മാസത്തിൽ ഇത് ഉണങ്ങി പറിക്കുമ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ 1 കിലോ ഇഞ്ചി കിട്ടും. ഈ ഒരു സാധനത്തിൽ കേട്ടാ. ഇത് ഞാൻ കുഴിച്ചിട്ടുണ്ട്, നോക്കിയോ. ഞാനോണല്ലേ പറഞ്ഞത്. അവിടെ അല്ലാട്ട് വെക്കുന്നത്. പക്ഷെ കുറച്ചുകൂടി മണ്ണിട് ചേട്ടാ. അതിൽ മണ്ണില്ല. ഇപ്പോൾ മണ്ണൊക്കെ ഞാൻ ഇടും. മറക്കേണ്ട ചെരുപ്പ് ചവറും മാത്രമേ ഉള്ളൂ. ഇതാടാ, അവിടെ നിന്ന് തന്നെ മണ്ണ് നിറയ്ക്കാൻ തോന്നുന്നു. അത് നിറക്കിണ്ട് കാണിച്ചു തരാം. ഇതിൽ വളരെ അല്ലാണ്ട് വെറുതെ ഇങ്ങനെ. അപ്പം മണ്ണില്ലേ, വളം മാത്രമല്ലോ. എല്ലാം ഇടും. ഇതിവിടെ വെക്കുന്നുണ്ട് കേട്ടാ. ഇത് ഞാൻ ഇവിടെ നിന്ന് മാറ്റില്ല. കണ്ടറിയണം. ഇനി ഇഞ്ചികൾ എവിടേക്കൊക്കെ സഞ്ചരിക്കാൻ പോകണമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഡിസംബറിലല്ലേ പറക്കുക? ആയിക്കോട്ടെ. അതിന് മുകളിൽ ഇത്തിരി മണ്ണ് ഇടും. 6 മാസം ഉണ്ട്. ഈ 6 മാസം കൊണ്ട് ഈ ഇഞ്ചികൾ എവിടേക്കൊക്കെ എത്താവോ? ഇല്ല, അങ്ങോട്ട് വാ കാണിച്ചു തരാം. അധികം മണ്ണിട്ടില്ല ചേട്ടാ. ഇതിൽ ചാണപ്പൊടിയും കമ്പോസ്റ്റൊക്കെ ഇട്ടുന്നതാണ്. കൂമ്പെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അതൊക്കെ ഇട്ടുണ്ടോ. ഇതാണ് നമ്മുടെ ഇത്. നോക്കിയോളാം. നീ നോക്കിക്കോ, ഞാൻ വെറുതെ പറയണതല്ല. എനിക്ക് നിറച്ചുണ്ടാവണത് തന്നെ ഇഷ്ടം. അതേ, എന്നെ എന്തൊക്കെ കടിച്ചിട്ടുണ്ട് നിറച്ച്. കൊതുകായിരിക്കും. കൊതുകുന്നല്ല ഇപ്പോൾ എന്ന് പറഞ്ഞേ. ഇവിടെ ഒന്ന് വൃത്തിയാക്കി തന്നെ എനിക്കിതൊക്കെ ഒന്ന് പൊട്ടിക്കായിരുന്നു. കോവക്കായ കടക്കാല്ലേ അതിൻ്റെ ഉള്ളിക്ക്? ധൈര്യമായിട്ട് കിടന്നോ. കോവക്കായൻ്റെ അവിടെ പൊട്ടിക്കാനായിട്ട് ഒക്കെ ഒന്ന് കൊഴിഞ്ഞു വരാം. പറയാൻ മാത്രമൊന്നും ഇല്ല ചേട്ടാ. ഇല്ലേ? ഒരെണ്ണം കിട്ടി. കിട്ടണത് നല്ലത്.
ഒട്ടാണ്ടിരിക്കുന്നില്ല. ഇതാണ് ഞാൻ അവിടെ നോക്കിയപ്പോൾ കണ്ട. അപ്പം ഞാൻ നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ചു. മാവിൻ്റെ ഇല കൊഴിയിൽ കഴിഞ്ഞിട്ടില്ല. അതിനിപ്പോൾ വൃത്തിയാക്കിയാലും വൃത്തിയാക്കാത്തത് അല്ല വൃത്തിയാവാത്തത്. അപ്പോൾ അത് അവിടെ അപ്പം ചെയ്യണ്ടെന്ന് ചെയ്താലും ഇല കൊഴിഞ്ഞോണ്ടിരിക്കല്ലേ. അല്ല അല്ലാണ്ട് എന്തോരം സ്ഥലങ്ങളാ പുല്ല് ചെത്താൻ കിടക്കണേ. പുല്ല് ചെത്തലല്ല, ഞാൻ ഇഞ്ചിയിലേക്ക് ഗ്രോ ബാഗിലേക്ക് ചവറ്. മാവിൻ്റെ ഇല നല്ലതാണോ? മാവിൻ്റെ ഇല നല്ലതല്ലല്ലോ. മാവിൻ്റെ ഇലയൊക്കെ അടിപൊളി വളർന്നതാണ്. മാവിൻ്റെ ഇല നല്ലതല്ലാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അല്ലാണ്ട് നമുക്ക് ഇഷ്ടംപോലെ ചവറ് അല്ലാണ്ട് അടിച്ചു വാരത് അവിടെ ഉണ്ട്. അടുത്ത വരാൻ കുഴിച്ചിടാൻ പോകണം. ഈ വളം ഇതൊക്കെ ചേർക്കട്ടെ, അല്ലാണ്ട് അത് കൂമ്പെടുത്തിട്ട് ചെയ്യലൊന്ന് മാത്രം. ഇത്ര കിട്ടിയുള്ളൂ? മതിയിലോ മതിയിലോന്ന് അത് പോരാ. ബാക്കി വെണ്ടക്കായ കൂടി ഇട്ട് കൂട്ടാൻ അല്ല, ബാക്കിയുള്ള വെണ്ടക്കായ സജീവന് കൊടുക്കല്ല. ചേട്ടൻ്റെ ഈ പറമ്പ് വൃത്തിയാക്കണതിനൊക്കെ ഒരു ഇതുണ്ട്, ഒരു രീതി. ഇപ്പം ഞാനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ വൃത്തിയാക്കി ഇങ്ങനെ വരും. ഇങ്ങനെ വൃത്തിയാക്കി വരുമ്പോൾ കുറേ ഉണ്ടാവും. നമുക്ക് പറമ്പ് മുറ്റൊക്കെ അടിച്ചു വരുന്ന സമയത്തായാലും മുന്നേ നമ്മൾ താമസമായ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തോരം പുല്ല് വലിച്ചാലും, കാരണം ഇതുപോലെ ശരിക്കും ഒരു കാട് പിടിച്ച് കിടന്നുകൊണ്ട് സ്ഥലത്താണല്ലോ നമ്മളൊന്ന് വീട് വയ്ക്കണേ. അപ്പോൾ അവിടെ പുല്ല് വലിച്ചാലും പിന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വൃത്തിയാക്കുമ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൂത്തുനിന്ന് ചെയ്ത് വരും. അപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ള പണികളെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയം കൊണ്ടാണ് ഇങ്ങനെ ഞാൻ വൃത്തിയാക്കുക. അപ്പോൾ വൃത്തിയാക്കി വരുമ്പോൾ പിന്നെയും കുറേ ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ വൃത്തിയാക്കി എടുക്കുന്ന ഞാൻ ചെയ്യണ കാര്യമാട്ടാ. വൃത്തിയാക്കി എടുക്കണ ഭാഗത്തേക്ക് കുറച്ച് സമയം നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. ഇനി കുറച്ചുകൂടി സമയം എന്നിട്ട് ഇതും കൂടി വൃത്തിയാക്കി കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ ആവുമല്ലോ. അങ്ങനെ ഒരു ഭാഗത്തു നിന്നായിരിക്കും ഞാൻ ക്ലീനാക്കി ഇങ്ങനെ വരാം. എന്നിട്ട് അങ്ങനെ അവസാനിപ്പിക്കും. അപ്പോഴത്തേക്ക് ആദ്യം ചെയ്ത സ്ഥലത്ത് വന്നു തുടങ്ങിയിട്ടുണ്ടോ ഇങ്ങനെ ഇത് തുടർന്ന് പോകും. പക്ഷെ ചേട്ടൻ എന്തൊരു ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ ഭാഗത്ത് കുറച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ട ഈ ഭാഗം വൃത്തിയാക്കി, അത് വൃത്തിയാക്കിയിട്ട് ഇതേ അവിടെ കൊണ്ടുവന്ന് അത് മുട്ടിച്ചിട്ടില്ല. ഈ ഒരു മൂലഭാഗം എടുക്കുന്നുണ്ട. പിന്നെ ഇവിടെ ഇങ്ങനെ ചെയ്തു, ഇവിടെ ഇങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ട്, അവിടെ ചെയ്തിട്ടില്ല. പിന്നെ ചെയ്തേക്കണത് ആ മൂലയില. അപ്പോൾ ഇത് പണ്ടും ഇങ്ങനെ തന്നെയാണ്, പണ്ടേ തൊട്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ചേട്ടനോട്, ചേട്ടൻ ഒരു ഭാഗത്തു നിന്ന് തന്നെ ഇങ്ങനെ ചെയ്ത് വന്നുകൂടെ? അപ്പോൾ ചേട്ടൻ പറയും എനിക്കതല്ല ഇഷ്ടം, എനിക്കിഷ്ടം അവിടെ നിന്ന് ചെയ്ത് ഇവിടെ നിന്ന് ചെയ്ത് അവിടെ നിന്ന് ചെയ്ത് ഇവിടെ നിന്ന് ചെയ്ത് ലാസ്റ്റ് ഇതെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടിമുട്ടും. അപ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്കൊരു വൃത്തിയാവല. അത് കാണാനാണ് എനിക്കിഷ്ടം. അല്ല, ഓരോരുത്തരുടെ രീതികളാണല്ലോ. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നേ വരെ അങ്ങനെ ഒരു കൂട്ടിമുട്ടൽ കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം അവിടെ നിന്ന് ഇവിടുന്ന് കുറച്ചൊക്കെ മാന്തി വെച്ച് പിന്നെ ചേട്ടന് ഇൻട്രസ്റ്റ് പോകും. പിന്നെ ചേട്ടൻ പറമ്പിലേക്ക് വരൂല, ഒന്നും ചെയ്യൂല. പിന്നെ ആ കുറച്ചൊക്കെ ചെത്തി വെച്ചിട്ടുണ്ടാവില്ലേ, അവിടെ വീണ്ടും കാടാവും. ഇതാണ് നടക്കാറ്. ഇപ്പം ഇവിടെ ഇപ്പം ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതെന്താവും എനിക്കറിയില്ല. അല്ല, ഇതിപ്പോൾ അവിടെ ചെയ്യാതിരുന്നിട്ടില്ലേ, അവിടെ വെയിൽ പെട്ടെന്ന് കാലത്ത് വരുമ്പോഴേക്ക് തന്നെ വെയിൽ, ഇവിടെ ഏറ്റവും പെട്ടെന്ന് വെയിൽ വരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉച്ചരിഞ്ഞ് ഒരു 6-5:30ക്ക് ശേഷം ഇവിടെ കളയ്ക്കാൻ പറ്റുള്ളൂ. വെയിലത്ത് കളയ്ക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഇരട്ടി ക്ഷീണമായിരിക്കും നമുക്ക് കാണിക്കുക. അതുകൊണ്ടാണ്. പിന്നെ ഒരുവിധമൊക്കെ ഈ പറമ്പിൻ്റെ വശത്തൊക്കെ വെയിലാണ് ഇപ്പോൾ. മഴ ഇപ്പോൾ ഇതിപ്പോൾ എനിക്ക് കളയ്ക്കാനായിട്ട് ഇപ്പോൾ ഞാൻ നോക്കിയാൽ ഇവിടെ വെടുപ്പാക്കി. അല്ല ചേട്ടാ, ഇപ്പം ഞാൻ വന്നിട്ട് ചോദിച്ചത് ഈ മൂലൊന്ന് വൃത്തിയാക്കി കൂടെ കഴിഞ്ഞില്ലേന്ന്. വെയിൽ കൊണ്ടാലും ഷേപ്പിൽ ഇവിടെ വൃത്തിയായില്ലോ. ആ കൊട്ട എടുത്ത് തരുത്, കൊട്ട അവിടെ ഇരിക്കുന്നു. വെയിൽ കൊണ്ടാലും നമ്മൾ ഇവിടെ വെടുപ്പാക്കാൻ തീരുമാനിച്ചു. അല്ലാണ്ട് എനിക്കിപ്പോൾ എവിടെയെങ്കിലും കളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിട്ടാണ് കുഴപ്പം? എനിക്കേ എവിടെ കളച്ചാലും എന്തൊരു കുഴപ്പം? സരിത അവിടെ നോക്കിയാൽ ഒരു ഇടയിൽ ഒരു ഭാഗം വിട്ട് കളഞ്ഞിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തും പുല്ല് ചെത്തിയിട്ട് സെന്ററിൽ ഇങ്ങനെ കുറെ ഒരു ഭാഗം വിട്ട് അവിടെ താണല്ല. അവിടെ എന്താ ചെയ്യാഞ്ഞ് ആ ഒരു ഇടയിലത്തെ ഒരു ഭാഗം കളഞ്ഞ് ആ ഒരു ഭാഗം മൊത്തം ക്ലീൻ ആയിട്ട് വൃത്തി കേക്കില്ല ഞാൻ പറയണത്. ചേട്ടാ മണ്ണടക്കടല്ലോ ചേട്ടാ. മണ്ണൊന്ന് കുടഞ്ഞിട്ട് ഇവിടുത്തെ മണ്ണ് ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്കും പോവില്ലേ, ഇവിടെ ഇനിയുണ്ട്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് മണ്ണൊക്കെ പോവും. ഇതിപ്പോൾ മണ്ണ് കുറേ പോവും. കമ്പോസ്റ്റ് കുഴിക്കാണ്. അല്ലാണ്ട് ഈ പറമ്പിലത്തെ മണ്ണ് വേറെ സ്ഥലത്തേക്കും പോവില്ലേ. കമ്പോസ്റ്റ് എടുക്കുമ്പോ അതിൽ മണ്ണാ വലിയ കൂടുതൽ വരാ. മണ്ണും കമ്പോസ്റ്റും ഒക്കെ കൂടി കലർന്നിട്ടുള്ള കമ്പോസ്റ്റ് കുന്നായി മാറി. താഴും. അതും കമ്പോസ്റ്റ് കൂടി ഉണ്ടാക്കിയതോ പറമ്പിന്റെ കറക്റ്റ് സെന്ററിൽ.
ഏതെങ്കിലും ഒരു അരുഭാഗത്തല്ല നമ്മൾ ഉണ്ടാക്കുക കുഴി. ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നടുവിൽ കുത്തി കൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ സാധനം എടുക്കാനുള്ള എളുപ്പത്തിനാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊക്കെ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ അല്ലേ. അല്ല എല്ലാ സ്ഥലത്തേക്കേ. അല്ലാണ്ട് എനിക്കിപ്പോൾ എവിടെ കുത്തിയാലും എന്തിട്ട് അവിടെ കുത്തിയാലും ഇവിടെ കുത്തിയാലും കണക്കന്നെയില്ല. ഞാനല്ലേ ഇവിടെ പണിയെടുക്കുന്നത്. ഇതൊക്കെ നമുക്ക് കുറച്ച് വ്യായാമം ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കൃഷി രീതികളാണ് നമ്മുടെ. കൃഷി രീതികളല്ല ചെയ്യുന്നത്, കൃഷി അടുക്കള തോട്ടം ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് വിൽപ്പനയ്ക്കും ഇതിനല്ല നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് ഈ വെയിലത്തിപ്പോൾ എനിക്ക് കളയ്ക്കാൻ പറ്റണ്ടാണോ? ഒക്കെ ചേട്ടൻ തന്നെ പറയണം. വെയിലായതുകൊണ്ട് കളയ്ക്കാതെ അല്ല അതിപ്പോൾ പറഞ്ഞു. ഇതിപ്പോൾ ഒരു വാശി എനിക്ക് പറയണം. സരിതാ ആ പൊട്ട കത്തിയിരുതാ പൊട്ട കത്തി അണ്ണൻ അണ്ണല്ലേ ആളെ സ്ഥലത്തിൻ്റെ പേരുന്ന കള്ളക്കുറിശിയേ ദണ്ഡപാണിന്ന് പേര് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ആൾ ചിരട്ടോണ്ടാ ഈ ഇതിലത്തെ കൈക്കോട്ടിൻ്റെ മണ്ണ് കളയാ. കണ്ട പുല്ല് നമ്മളെ തോൽപ്പിക്കും. പറമ്പുമായി ബന്ധപ്പെട്ടുള്ളവർക്കറിയാം. നമ്മൾ പറമ്പിൽ ഈ ഒരു 2-3 ദിവസം വരാണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുല്ല് നമ്മൾ കാർന്ന് തിന്നും. ക്യാൻസർ വരുന്ന പോലെയാണ്. വിട്ട് തന്നെയായിരിക്കും അതിൻ്റെ വ്യാപനം. അത് തടയണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ള നമ്മൾ പറമ്പിൽ എപ്പോഴും കൊത്തിയും കളച്ചും കൊണ്ടിരിക്കണം. ഇത് ഒരു തുടർച്ചയാണിത്. നമുക്കേ ആ മീനാക്ഷിയില്ലേ അവർ പറഞ്ഞില്ല പുല്ല് മുഴുവനാണെന്ന്. സത്യത്തിൽ അത് പറഞ്ഞ അന്ന് തൊട്ടിട്ട് ഇവിടെ പോരിഞ്ഞ കളയാ. ഞാൻ മനഃപൂർവ്വം അങ്ങോട്ട് കളയ്ക്കാൻ വേണ്ടി വന്നതല്ല. എങ്ങനെയോ ഇത് കാണുന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കൂടുമ്പോ അങ്ങനത്തെ ഒരേ കമന്റ് ഇട്ടോളൂട്ടാ. അല്ല അതാ കമന്റ് മോട്ടിവേഷൻ കിട്ടും. എനിക്ക് മോട്ടിവേഷൻ കിട്ടി. ഞാൻ മനഃപൂർവ്വം ഇങ്ങോട്ട് വന്നതല്ല. തന്നെ ഇങ്ങോട്ട് വന്നിട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് സമയം തന്നെ വരുന്നു കളയ്ക്കാൻ ഇതിനേക്കായിട്ട് പുല്ല്. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. ആ മീനാക്ഷി പറഞ്ഞതുകൊണ്ട് നമുക്ക് പറഞ്ഞാലും കാര്യമില്ല. പറയുമ്പോഴേ ചേട്ടൻ ദേഷ്യം വരുള്ളൂ. ഇപ്പൊ ഇവിടെ കാട് പിടിച്ചു, ചേട്ടൻ ഇവിടെ ഒന്ന് വൃത്തിയാക്കി ഇട്ടൂടെന്ന് അങ്ങനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടന് ദേഷ്യം വരാ ചെയ്യാം. അല്ലല്ല സമയം തന്നെത്താൻ തോന്നിയിട്ടാണെങ്കിൽ ചെയ്തോളൂ. അപ്പൊ പിന്നെ ഞാനും ഇപ്പൊ ഒന്നും പറയാറില്ല. അല്ല നമുക്ക് അത് ആക്കാനുള്ള സമയം വേണമല്ലോ. അല്ലാണ്ട് വെറുതെ എനിക്കിത് അങ്ങോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ആ ചെമ്മീൻ എന്ന് പറഞ്ഞിട്ടുള്ള നാടകം സെപ്റ്റംബർ 6-ാം തീയതി മറ്റേ തൃശ്ശൂർ സംഗീത അക്കാദമിയിൽ കളിക്കേണ്ടതാണ്. സെപ്റ്റംബർ 6-ാം തീയതി ഞായറാഴ്ച 6:30 കളിക്കേണ്ടതാണ്. അത് എഴുതി പകുതി കഴിഞ്ഞിട്ടുള്ളൂ. അത് എഴുതാൻ സമയം ഓഗസ്റ്റ് സെപ്റ്റംബർ 4 മാസം. സെപ്റ്റംബർ 6-ാം തീയതി അല്ലേ? അപ്പൊ ശരിക്കും 3 മാസമുള്ള. അപ്പോൾ ഈ ഞായറാഴ്ച തൊട്ട് അതിൻ്റെ റിഹേഴ്സൽ ആരംഭിക്കണം. അതേ ശരിയാവില്ല, വലിയ നാടകമല്ലേ. പിന്നെ ഈ ആ സാധനം അതിൻ്റെ അന്തസത്ത മുഴുവൻ ചോർന്ന് പോകാണ്ട് വേണം നാടകം എഴുതണമെങ്കിൽ. ഇത്രയും വലിയ നോവലിനെ നാടകമാക്കി മാറ്റണം. അത് തോന്നിയ പോലെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തകഴിയിലെ വീട്ടുകാർ വന്നിട്ട് എന്നെ തല്ലും പിടിച്ചു. മനസ്സിലായി? എല്ലാവരും പിടിച്ച് തല്ലും. മനസ്സിൽ പതിഞ്ഞിട്ടുള്ള അപ്പോൾ അങ്ങനത്തെ ഇതുകളുണ്ട്. അപ്പോൾ അത് എഴുതണം. അങ്ങനെ കുറേ ഇതുകളുണ്ട്. അതുവരെ കഴിഞ്ഞിട്ടില്ലാന്ന്. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ വക സാധനങ്ങൾ ചെയ്യണതേ. പക്ഷെ ഇത് ഇങ്ങോട്ട് വരാതിരുന്ന ആ ദിവസങ്ങളിൽ അതും എഴുതിയിട്ടില്ല. കുറച്ച് ദിവസം അടുപ്പിച്ചിരുന്ന് എഴുതി. ഹാളിൽ ഇരുന്നിട്ട് നമുക്കിങ്ങനെ മടക്കി വയ്ക്കണ ഒരു കുഞ്ഞു ടേബിളില്ലേ ജഗ്ഗുവിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, നിലത്തിരുന്നിട്ട് എഴുതാൻ പറ്റണത്. ആ സാധനം അതും എഴുതാനുള്ള പേപ്പറുകൾ, പേന മൂടി ഇട്ടിട്ട് വരില്ല കേട്ടോ. അതിൻ്റെ ബാക്കിൽ തന്നെയാണ് മൂടിയിരിക്കണേ. അങ്ങനെ തന്നെ ഇരിക്കുക. പിന്നെ ചെമ്മീൻ നോവലിൻ്റെ ബുക്ക്, ആ ബുക്ക് പകുതി വരെയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പകുതി ഇങ്ങനെ തുറന്നിരിക്കണം. ആ ബുക്കിനെ അങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ അടച്ചു വെച്ചേക്കുക. അതിങ്ങനെ തന്നെ ഇങ്ങനെ അടച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കല്ല, ഇങ്ങനെ തന്നെ കമിഴ്ത്തി വെച്ചേക്കുക. അങ്ങനെയായിട്ട് ആ ഹോളിൽ ഒരു 2 മാസം ആ ബുക്കിരുന്ന് ആ ടേബിളിരുന്ന് അടിക്കുമ്പോഴും തുടയ്ക്കുമ്പോഴും ഞാനത് ഇങ്ങോട്ട് എടുത്തേക്കും അങ്ങനെ. ലാസ്റ്റ് ഞാനൊരു ദിവസം എന്ത് ചെയ്തു, അതൊക്കെ അടച്ച് അതാത് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവച്ചു. നോവല് എടുത്തിട്ട് ബുക്കുകൾ വെക്കണ ഭാഗിൽ അവിടേക്ക് കൊണ്ടുവച്ചു. പേനയൊക്കെ അടച്ച് പേനകൾ വെക്കണ അവിടത്ത് കൊണ്ടുവച്ചു. ഈ സാധനം ഈ ടേബിള് ചുരുക്കി അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവച്ചു. അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ ക്ലീനിങ്ങും പണികളും കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ ഷോപ്പിലേക്ക് പോയിട്ട് വരുമ്പീണ്ട് ചേട്ടൻ ഇരുന്ന് എഴുതണു. അന്ന് ഞാനത് എടുത്ത് 2 മാസം അത് അവിടെ ഇരുന്നിട്ട് ചേട്ടൻ തൊട്ടില്ല. ഞാൻ അതൊക്കെ എടുത്ത് വെച്ചപ്പോൾ അന്ന് ചേട്ടൻ എടുത്ത് എഴുതായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു എനിക്കിത് മുന്നേ എടുത്ത് വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞാൽ അല്ലേ? അങ്ങനെയല്ല. അത് നമുക്കേ ഒരു കാര്യം, നമുക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടണം. അതിൻ്റെ കണ്ടൻറ്റ് നമ്മൾ കണ്ടെത്തണം.
എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ചെക്ക് ചെയ്യണം, അതിന് തമ്പുകൾ ഉണ്ടാക്കണം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫേസ്ബുക്കിലേക്ക് വീഡിയോകൾ സെറ്റ് ചെയ്യണം. സരിതര അജൂസ് കുക്കിംഗ് സരിതര അജൂസ് ലേണിംഗ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ അജൂസ് കുക്കിംഗ് ലാബ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചാനൽ ആരംഭിച്ചു. അതിലേക്കുള്ള വീഡിയോ അജൂസ് ലേണിംഗ് ക്ലാസ് എന്നായിരുന്നു എൻ്റെ പഠിപ്പിക്കണ ചാനലിൻ്റെ പേര്. ഇപ്പം ഞാൻ വീഡിയോ ഇട്ടിട്ട് 3-4 കൊല്ലമായി തോന്നുന്നുണ്ട് അതിൽ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ആ വീഡിയോ ഒരു 2 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സായിട്ട് വെറുതെ ഡെഡായിട്ട് എടുക്കുക ആ വീഡിയോ ആ ചാനൽ. അപ്പോൾ അതിൻ്റെ പേര് മാറ്റി അജൂസ് കുക്കിംഗ് ലാബ് എന്നാക്കി. നമ്മുടെ ചാനൽ തുടങ്ങുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് അജൂസ് കുക്കിംഗ് ലാബ് എന്നായിരുന്നു. പിന്നെയാണ് അത് അജൂസ് വേൾഡ് ആയിട്ട് മാറിയത്. നമ്മളുടെ വീഡിയോകൾ വലിയ ലെങ്തി വീഡിയോസ് അല്ല, 30 മിനിറ്റിൻ്റെ ഒക്കെ അതിൽ കഥയും കാര്യങ്ങളൊക്കെ ആയിട്ട് പാചകം ചിലപ്പോൾ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പാചകം ആളുകൾക്ക് വീണ്ടും ചെയ്യണം തോന്നുമ്പോൾ ഇതിങ്ങനെ ഈ 30 മിനിറ്റോളം ഇരുന്ന് കാണാൻ നിൽക്കേണ്ട വീഡിയോ. അപ്പോൾ പാചകത്തിനെ മാത്രമാക്കിയിട്ട് ചുരുക്കിയിട്ട് വീഡിയോ ചെറുതാക്കിയിട്ട് ഇടുമെന്ന് ചോദിച്ചിട്ട് നമുക്ക് കുറേ കമൻറ്റ്സ് വരാറുണ്ട്. മാത്രമല്ല ആളുകൾക്ക് അത് ഉപകാരമായിരിക്കും അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമ്മളിടുന്ന വലിയ ലെങ്തി വീഡിയോസിൽ നിന്ന് പാചകത്തിനെ മാത്രം കട്ട് ചെയ്ത് എടുത്തിട്ട് ആ ചാനലിൽ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ലിങ്ക് കൊടുക്കണം, ലിങ്ക് തരാം. നമ്മുടെ പാചകങ്ങൾ എന്ന് പറഞ്ഞാൽ 90% പാചകങ്ങൾ ഇതുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടോ. 90 അല്ല ഇത് അപ്പോൾ കൈ മണ്ണാവില്ല കണ്ട. എന്താണ് സാധനം കണ്ട, അടിപൊളി സാധനം കണ്ട. അല്ല ഞാൻ അതുകൊണ്ട് ആക്കിയിട്ടാണ് കൈ വേണം. അതിനേക്കാളും നല്ലത് ഇതാണ് കണ്ട. നമ്മുടെ 90% പാചകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. ഒരു 10% ഫ്ലോപ്പ് ആവണത്. 90% അടിപൊളി പാചകങ്ങളാവെന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് ആ പാചകങ്ങളൊക്കെ നമുക്ക് അയച്ചു തരുന്നതിൽ. എന്നിട്ട് നമ്മൾ അതുപോലെ ചെയ്യണം. ഒക്കെ സാധനം സൂപ്പറാണ്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുത്തുകളാണ് ആ ചില പാചകങ്ങളൊക്കെ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ആൾക്ക് കിട്ടില്ലല്ലോ. ഓരോരുത്തർ പറഞ്ഞു തരുന്ന അവരെ അമ്മമാർ പറഞ്ഞു കൊടുത്തതോ അല്ലെങ്കിൽ അവർ തന്നെ സ്വയം കണ്ടെത്തിയിട്ടുള്ള പാചകങ്ങളാണ്. അതുകൊണ്ട് കൂടിയിട്ടാണ് നമുക്ക് ആളുകൾക്ക് അത് തപ്പി പിടിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം. അയ്യോ നിങ്ങൾ അന്ന് ചെയ്തത് സൂപ്പർ സാധനമായിരുന്നു, അത് കിട്ടണില്ലേ. കാരണം വെച്ചാൽ 30-35 മിനിറ്റിൻ്റെ ഇടയിൽ നിന്ന് ഇത് തപ്പിയെടുക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതിൻ്റെ ഇടയിൽ വർത്താനം ഉണ്ടാവും, ഇതുണ്ടാവും. അപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് പാചകം ചെയ്യാനായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടെന്ന് വെച്ചിട്ട് പിന്നെ തപ്പിയെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഒരു 5 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ 3 മിനിറ്റിൻ്റെ ഒക്കെയുള്ള വീഡിയോകളാക്കി ചെയ്യുന്നത്. അപ്പോൾ അത് എഡിറ്റ് ചെയ്യണം. അത് എഡിറ്റ് ചെയ്യാനായിട്ട് ഒരു 3-4 മണിക്കൂർ ഒരു ദിവസത്തിൽ നമ്മൾ ചിലവഴിക്കും. 3-4 മണിക്കൂർ ഒരു വീഡിയോ ശരിയാക്കണമെങ്കിൽ. നമ്മുടെ ഈ ലോങ് വീഡിയോ അത് ചെക്ക് ചെയ്ത് അതിൻ്റെ തമ്പുണ്ടാക്കി ഇതെല്ലാം ആണെങ്കിൽ ഒരു 2 മണിക്കൂർ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം. പിന്നെ നമ്മൾ വീഡിയോ എടുക്കണം. ശക്തി കൂടുമ്പോഴത്തേക്കും എല്ലാ ദിവസവും വീഡിയോ എടുക്കണം. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ പണികൾ, പട്ടികൾക്ക് ചോറ് വയ്ക്കണം, അവറ്റങ്ങളുടെ ഇതുമായിട്ടുള്ളത് അങ്ങനെ. അപ്പോൾ നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഇവിടെ വന്ന് പണിയെടുക്കണം, ഇവിടെ വന്ന് ക്ലീൻ ചെയ്യണ്ടേ, വൃത്തിയാക്കണം മാത്രമല്ല ഇതിൽ വിളവുണ്ടാക്കണം. പണികൾ കണ്ടമണ്ണ് 24 മണിക്കൂർ വെച്ച് ചിലപ്പോൾ തയ്യില്ല. അപ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട് വൈകും. അതൊക്കെയാണ് ഉണ്ടാവുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അതിൻ്റെ ഇടയിൽ ഈ നാടകം എഴുതണം, നാടകം റിഹേഴ്സൽ ചെയ്യണം, സംവിധാനം ചെയ്യണം. അപ്പോൾ പറഞ്ഞു വെച്ചത് നമ്മൾ ചെമ്മീൻ എൻ്റെ സ്വപ്ന സാധനമാണ്. എൻ്റെ ചെമ്മീൻ കമലദളത്തിൽ മോഹൻലാലിൻ്റെ സ്വപ്നമില്ലേ മറ്റേ സീതാരാമായണം. ഞാൻ കൊണ്ടുവരാം നിനക്ക് പൊങ്ങിച്ചത് ഞാൻ കൊണ്ടുവരാറി. അത്ര റേറ്റില്ല, ഞാൻ കുറേ മണ്ണ് കുടഞ്ഞുണ്ട്. വേണ്ട ഞാൻ കൊണ്ടുവരല്ല. ഇതൊക്കെ കൊണ്ടുവരാനായിട്ട് ആണുങ്ങളുടെ തോളാണ് നല്ലത്. നമ്മുടെ തോളിൻ്റെ എല്ലുകൾക്ക് ഇത് കൂടുതലാണ് നമ്മുടെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആണുങ്ങൾക്ക് തോളി ഇതിങ്ങനെ വെച്ച് കൊണ്ടുപോകാം കൂളായിട്ട്, ഒരു കനവില്ല. ആ സമയം അവളെടുത്ത് വെച്ച് കൊണ്ടാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തിനാ ഈ പെണ്ണുങ്ങളെ കൊണ്ട് ഇങ്ങനത്തെ കഠിനമായി പണി ചെയ്യിപ്പിക്കുന്നത് കണ്ട. ഇതൊക്കെ അടിപൊളിയായിട്ട് വളമായിട്ട് മാറും. അത് കോരിയിടാൻ കുഴപ്പമില്ല, കോരിയിട്ട് ഇതിലേക്ക് ഇടുമ്പോൾ വലിയ കുഴപ്പമില്ല. സത്യത്തിൽ ഞായറാഴ്ച എല്ലാവരും ഇവിടെ വന്ന് പണിയുന്നതാ. ഇന്നിപ്പോൾ അല്ലേട്ടൻ കഞ്ഞി വയ്ക്കാൻ നിൽക്കുന്നു. അല്ല എല്ലാവരും ഉണ്ടാവണതാണ്. സുഖമില്ല, ജലദോഷമുണ്ട്. പക്ഷെ എന്നാലും ആള് അതേ ആ മഴയത്തൊക്കെ നിന്നിട്ട് നല്ല പണിയായിരുന്നു. ഇപ്പം ഇതേ ചെറിയേട്ടൻ്റെ പറമ്പ് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. തെങ്ങിൻ്റെ കട മാത്രം മാന്തലാണ് അണ്ണൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഭാഗം ദേ വൃത്തിയാക്കിയത് മുഴുവനല്ലേ ചേട്ടനാ. ആ 2 ദിവസം മുന്നൊക്കെ മഴ പെയ്തിട്ടില്ല, മഴ കൊണ്ടുവന്നിട്ട് പെരുന്നാളിൻ്റെ അന്നല്ലേ ചേട്ടൻ മുടക്കായിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ചല്ലേ ചേട്ടൻ പണിയുള്ള കാരണം കൊണ്ടേ പറമ്പിലേക്ക് വരാറില്ലേ. അപ്പൊ പറമ്പൊക്കെ കാടായി. അപ്പൊ ആ ഒരു ഒഴിവ് കിട്ടിയ ദിവസം ആള് മഴ പെയ്താലും നിന്ന് അതാവും തോന്നുന്നുണ്ട് ജലദോഷം വന്നേ. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഈ പണി നമ്മളതൊരു തൊഴിലായിട്ട് എടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് മഴയത്ത് കളയ്ക്കുമ്പോൾ നമുക്ക്
അസുഖങ്ങൾ ഇങ്ങനെ വരില്ലേ. അത് നമ്മുടെ ജോലിയാണ്. ഇത് നമ്മുടെ ജോലിയല്ല, നമുക്ക് ഒരു ആനന്ദമാണിത് ഈ സാധനം ചെയ്യുന്നത്, സന്തോഷം. എനിക്കാണെങ്കിൽ മഴ കൊണ്ട് നടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ശരീരം ചൂട് ശരീരമാണേ, ഭയങ്കര ചൂടാണ് എൻ്റെ ശരീരം, പൊള്ളണ ടൈപ്പാണ്. എനിക്ക് മഴ കൊള്ളാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കിലുക്കൻ സിനിമയിൽ തിലകൻ ഒരു കൊട്ടാരം പോലുള്ളൊരു വീട് ഇട്ടിട്ട് അതിലാണല്ലോ ഇന്നസെൻ്റ് പണിയെടുക്കുന്നത്. ഇപ്പോൾ ഇഞ്ചി നടാൻ വന്നതാണ്. ഇന്നസെൻ്റിനോട് ഓരോ പണികൾ പറയും, ഇന്നസെൻ്റ് അത് ചെയ്യാൻ നോക്കുമ്പോൾ അടുത്ത പണി പറയുക. അപ്പോൾ അങ്ങനെ മാറി പോവും. അതുപോലെയാണ് പിഞ്ചി നടാൻ വന്നതാണ് ഞാൻ. ആ സമയത്താണ് ഇവിടെ പുല്ല് കാട് വന്നെന്ന് പറഞ്ഞിട്ട് അത്. അപ്പോൾ ഇഞ്ചി നടന്ന ഇതല്ലേ, പുല്ല് വലിക്കുന്ന നടന്നില്ല. അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിപ്പോൾ ഒരെണ്ണയിൽ നടക്കട്ടെ. ഇഞ്ചി നട്ട അവസാനിപ്പിച്ചിട്ടില്ല അല്ലേ? ഇല്ല, അതിപ്പോൾ ഒരു മൂന്നെണ്ണത്തിൽ നട്ടു. ഇനി ബാക്കിയുള്ളത് ഇനി പിന്നെ വന്നിട്ടാടാം. ഇപ്പം എന്താ ഈ പുല്ല് എത്തിക്കാകട്ടെ. അപ്പോൾ നാളെ ഈ പറമ്പിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ഇവിടെ നീറ്റായിട്ട് കേട്ടോ. അപ്പോൾ നിർത്താം എല്ലാവർക്കും. ഒരു കാര്യം, ചേട്ടൻ പറമ്പിലേക്ക് വരുന്ന ദിവസങ്ങളിൽ ഞാൻ വരാറില്ല കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഞാൻ വന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ പണിയിലായിരിക്കും. അതും കൂടി പറയണല്ലോ. എല്ലാ പ്രാവശ്യം ചേട്ടൻ ഞാൻ ഇവിടേക്ക് വരുമ്പോഴൊക്കെ ഞാൻ കൂടെ ഉണ്ടാവാറില്ലേ. അപ്പോൾ നാളെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇതിവിടെ നീറ്റായി കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ വശം മുഴുവൻ വൃത്തിയായി കിടക്കുന്നുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നോക്കിയ വഴുതനങ്ങിയ ആ വഴുതനങ്ങൾ കടാ എൻ്റെ മീനാക്ഷി കോവിൽ വെച്ച് കണ്ട പൊട്ടിക്കാണ്ട് കിടക്കുക. പൊട്ടിക്കാനായിട്ട് കാണേണ്ടത് പെട്ടിട്ട് നോക്ക് ഇതൊന്നും ആവശ്യമില്ലാത്തതാ. അല്ല, ആവശ്യമില്ലാത്തത് കൂട്ടാൻ വയ്ക്കാൻ പറ്റില്ല. നമ്മുടെ പുല്ലും കാടും ഇതേ കണ്ട ഇനിയുണ്ടാവും. മതി, നിർത്തിക്കോ. അപ്പോൾ ഞങ്ങൾ ഇത് വെടുപ്പാകട്ടെ. നല്ല ഉണക്കമീൻ വറക്കണം, മണം വരണ്ട. എൻ്റെ വയറ് എവിടെ നിന്നാണ് അല്ല, എന്താ ഉണക്കമീൻ.